Now we can discuss about nuclear fusion reactions. Definition എന്ന് പറഞ്ഞാൽ very light nuclei can combine to form heavier atoms in a process known as fusion. The process by which very light nuclei combine together to form heavier atoms is called nuclear fusion. This reaction takes place with elements that have low atomic number such as hydrogen. അല്ലേ? അപ്പം നമ്മൾ നേരത്തെ ഒരു ഗ്രാഫ് സ്റ്റെബിലിറ്റി ബെൽറ്റിൻ്റെ ഗ്രാഫ് കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് N/P റേഷ്യോ പിന്നെ ലോ അറ്റോമിക് നമ്പറുള്ള എലമെൻസിൻ്റെ കേസിൽ ലോ അറ്റോമിക് നമ്പർ ആകുമ്പോഴത്തേനും N/P റേഷ്യോ 1 താഴെ വരും. അപ്പം അങ്ങനെയുള്ള എലമെൻസിൻ്റെ കേസിലാണ് ഈ എന്ത് നടക്കുന്നത്, ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻസ് നടക്കുന്നത്. ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ഇൻ വിച്ച് ഹെവി എലമെന്റ്സ് ഡിഫ്യൂസ് ആൻഡ് ഫോം ലൈറ്റർ എലമെന്റ്സ്. അപ്പോൾ ഇതാണ് സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫ്യൂഷൻ റിയാക്ഷൻ. ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അറ്റോമിക് നമ്പർ 1 മാസ് നമ്പർ 2 ആയിട്ടുള്ള ഡ്യൂട്ടീരിയവും ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 മാസ് നമ്പർ 3 ആയിട്ടുള്ള ട്രീഷ്യവും. ഹൈഡ്രജൻ ഡ്യൂട്ടീരിയം, ഹൈഡ്രജൻ ട്രീഷ്യം, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഹീലിയം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ വിത്ത് ദ ലിബറേഷൻ ഓഫ് എ ന്യൂട്രോൺ. ഈ റിയാക്ഷനാണ് ഫ്യൂഷൻ റിയാക്ഷന് എക്സാമ്പിൾ. അപ്പം അതിൻ്റെ ഇതാണ് ചെറുതായിട്ടുള്ള ഡ്യൂട്ടീരിയവും ഒരു ട്രീഷ്യവും കൂടി കമ്പൈൻ ചെയ്ത് ഹീലിയം ആറ്റം ഉണ്ടാകും. കൂടുതലൊരു ന്യൂട്രോണും എനർജിയും റിലീസ് ചെയ്യും. ഓക്കെ, അപ്പം ഈ കേസിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം, പിന്നെ 2 ആറ്റംസ് അല്ലെങ്കിൽ 2 ന്യൂക്ലിയർ കമ്പൈൻ ചെയ്യുമ്പോഴത്തേനും എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? പിന്നെ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ് ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻറ്റിനേക്കാൾ കുറവായിരിക്കും. എന്തിനാണ് എനർജി യൂസ് ചെയ്യുന്നത്? ന്യൂക്ലിയർ ഫോഴ്സിനെ, പോസിറ്റീവ് ചാർജസിനെ ഓവർകം ചെയ്ത്, പോസിറ്റീവ് ചാർജിൻ്റെ റിപ്പൽഷൻ ഓവർകം ചെയ്ത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് വരാൻ എനർജി വേണം. ആ എനർജിക്ക് തുല്യമായിട്ടുള്ള മാസ് കൺവേർട്ട് ചെയ്തിട്ടാണ് എനർജി എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ എനർജി ഒരുപാട് ഹൈ ആണ്. സോ ദാറ്റ് എക്സസ് എനർജി ഈസ് ലിബറേറ്റഡ്. So what are the characteristics of fusion reactions? Fusion reactions occur at very high temperatures and are hence called thermonuclear reactions. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് characteristic is that fusion reaction takes place at very high temperatures. അതെന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ പറഞ്ഞ റീസൺ തന്നെയാണ് കാര്യം. 2 ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള രണ്ടിലും പോസിറ്റീവ് ചാർജസ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജിൻ്റെ റിപ്പൽഷനെ ഓവർകം ചെയ്തിട്ട് വേണം 2 ന്യൂക്ലിയസും അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സിനേക്കാൾ ഭയങ്കര കൂടുതലാണ് ഈ റിപ്പൽഷൻ. അപ്പോൾ ഈ റിപ്പൽഷനെ ഓവർകം ചെയ്ത് ന്യൂക്ലിയസ് പിന്നെ കമ്പൈൻ ചെയ്യണമെങ്കിൽ ഹൈ എനർജി കണ്ടീഷൻസ് വേണം. അപ്പോൾ ഹൈ ടെമ്പറേച്ചേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻസ് നടക്കുള്ളൂ. To combine, 2 nuclei must be close enough for the strong nuclear force to join them. But when the positive nuclei approach, the electrostatic force of repulsion is greater than the nuclear force. This means that nuclei must be highly energetic to overcome the repulsion force. This means high temperatures of millions of degrees Celsius, which is difficult to achieve while containing the atoms. അപ്പോൾ ഈ ആറ്റംസ് രണ്ടും കൂടെ ഒന്നിച്ച് ചേരണമെങ്കിൽ വെരി ഹൈ ടെമ്പറേച്ചേഴ്സിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ റിയാക്ഷൻസിനെ തെർമോന്യൂക്ലിയർ റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. എപ്പോഴത്തെയും പോലെ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടിംഗ് ന്യൂക്ലിയൈ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ന്യൂക്ലിയൈ. The mass defect is converted into energy, and the fusion reaction produces more energy per gram of products than fission and produces no byproduct. അപ്പോൾ ഇതിനകത്ത് ബൈ പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ ഇല്ല. കുറച്ച് ന്യൂട്രോൺസ് ഒക്കെ ഉണ്ടാവുമെങ്കിലേ ഉള്ളൂ, അതല്ലാതെ വേറെ ബൈ പ്രോഡക്ട്സുകൾ ഒന്നുമില്ല. ഫിഷൻ റിയാക്ഷനിലാണെങ്കിൽ ഒരുപാട് ഇതുണ്ടാവും അല്ലേ. ഫിഷൻ ഉണ്ടാകുന്നത് 2 തരം പിന്നെ ന്യൂക്ലിയസ് പുതിയതായിട്ട് ഫോം ചെയ്യുന്നു, പിന്നെ ന്യൂട്രോൺസും എക്സസ് ആയിട്ട് ഉണ്ടാവുന്നു, ഒന്നിലധികം ന്യൂട്രോൺസും ഉണ്ടാവുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോംബ്, അതാണ് ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ. ഹൈഡ്രജൻ ബോംബ് നമ്മുടെ അറ്റോമിക് ബോംബിനേക്കാളും ഭയങ്കര പവർഫുള്ളാണ് ഹൈഡ്രജൻ ബോംബ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോംബിൽ എവിടെ നിന്നാണ് ഈ ഇനീഷ്യൽ ടെമ്പറേച്ചേഴ്സ് ഉണ്ടാക്കുന്നത്? ആ ഇനീഷ്യൽ ടെമ്പറേച്ചേഴ്സിന് വേണ്ടി നമ്മൾ ഒരു ഫ്യൂഷൻ റിയാക്ഷൻ അതിൻ്റെ കൂടെ, ഒരു ഹൈഡ്രജൻ ബോംബിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ആറ്റം ബോംബും കൂടെ കാണും. അപ്പോൾ ആ ആറ്റം ബോംബ് എക്സ്പ്ലോഡ് ചെയ്ത് ഹൈ ടെമ്പറേച്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എനർജി ഉൾക്കൊണ്ടിട്ടാണ് ഹൈഡ്രജൻ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സൺസ് എനർജി, അതേപോലെ എല്ലാ സ്റ്റാറിൻ്റെയും എനർജി. സൺ നന്നായിട്ട് പിന്നെ ഗ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? അതിൻ്റെ കാരണം എന്താണ്? സണ്ണിൽ ഹൈ ടെമ്പറേച്ചേഴ്സ് ഉണ്ട്. ആ ഹൈ ടെമ്പറേച്ചേഴ്സിൽ ഹൈഡ്രജനും ഡ്യൂട്ടീരിയവും ട്രീഷ്യവും എല്ലാം എപ്പോഴും ഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടു പ്രൊഡ്യൂസ് ഹീലിയം ന്യൂക്ലിയസ്. അപ്പോൾ ഇതൊരു സീരീസ് ഓഫ് റിയാക്ഷൻസ് ആണ്. ഇങ്ങനെയുള്ള സീരീസ് ഓഫ് ഫ്യൂഷൻ റിയാക്ഷൻസ് കൊണ്ടാണ് സോളാർ എനർജി ഉണ്ടായിരിക്കുന്നത്. ആ ഫ്യൂഷൻ റിയാക്ഷൻ ഒരിക്കലും പറ്റാത്ത എനർജി നമ്മുടെ സണ്ണിനും സ്റ്റാർസിനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഫ്യൂഷൻ റിയാക്ഷൻസ്. അപ്പം നമ്മൾ ഫ്യൂഷൻ്റെ ഡെഫിനിഷൻ കണ്ടു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു, അതിൻ്റെ ആപ്ലിക്കേഷൻസും കണ്ടു. ഇനി വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻസ്? അപ്പോൾ ഡെഫിനിഷൻ: ഫിഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് എ ന്യൂക്ലിയസ് ഇൻറ്റു 2 ഡോട്ടർ ന്യൂക്ലിയർ അല്ലെങ്കിൽ ഫിഷൻ പ്രോഡക്ട്സ്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ കമ്പൈനിങ് ഓഫ് 2 ലൈറ്റർ ന്യൂക്ലിയൈ ടു എ ഹെവിയർ ന്യൂക്ലിയസ്. ഇനി എനർജി ജനറേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഈസ് ഹ്യൂജ്. പക്ഷേ ഇതിനേക്കാളും ന്യൂക്ലിയർ ഫിഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ഫിഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഈസ് റിലേറ്റീവ്ലി ഹ്യൂജ്, ഇതിനേക്കാളും കൂടുതലാണ്. ഇനി ന്യൂക്ലിയർ ഫിഷനിലെ ഫ്യൂവൽ എന്താണ്? യുറേനിയം, പ്ലൂട്ടോണിയം ഒക്കെയുള്ള വലിയ ന്യൂക്ലിയസ് ആണ് ന്യൂക്ലിയർ ഫിഷൻ്റെ ഫ്യൂവൽ. ന്യൂക്ലിയർ ഫ്യൂഷൻ്റെയോ ഹൈഡ്രജൻ ഐസോട്ടോപ്സ്, ഡ്യൂട്ടീരിയം, ട്രീഷ്യം പോലെയുള്ള ഐസോട്ടോപ്സ് ആണ് പ്രൈമറി ഫ്യൂവൽ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ ഫ്യൂഷൻ പവർ പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ അതോടെ നമ്മൾ ആ ഒരു ടോപ്പിക്ക് തീരുവാണ്, ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. താങ്ക് യു.